അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് നിന്നും അതുപോലെ സൈക്കോളജി എന്നുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എക്സാമിന് ഇനി നാളെയാണ് എക്സാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ കുറേയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതുമ്പോൾ ആ ഒരു ഓർമ്മ ലഭിക്കും. അപ്പോൾ ലാസ്റ്റ് സമയത്ത് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടൊക്കെ തോന്നിയേക്കാം. ഇപ്പോൾ വലിച്ചു വാരി ഇന്ന് രാത്രി നിങ്ങൾ ഒത്തിരി സമയം ഇരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ കിടന്നുറങ്ങുക. ഒരു 6-7 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. ചില ആളുകൾക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടായേക്കാം, കാരണം എക്സാം ആണല്ലോ എന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്തായാലും നാളെ ഉച്ചയ്ക്കാണല്ലോ എക്സാം. അപ്പോൾ രാവിലെ എണീറ്റിട്ടും ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കാര്യമായിട്ടുള്ള രാത്രിയിലുള്ള ഉറക്കളച്ചിലെന്നുള്ള പഠിത്തം ഒഴിവാക്കുക. കാരണം അത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എക്സാമിനെ അത് ബാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പുതിയ ആളുകൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജ് എടുക്കുക. കളർ വേണമെന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക. അവരൊരു ബോൾ പോയിന്റ് പെൻ, 2 പേന എടുക്കുക. ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്. ബോൾ പോയിന്റ് പേനയാണ്, മഷി പേന ഉപയോഗിക്കരുത്. വാച്ച് ഉപയോഗിക്കരുത്. അതുപോലെ എന്താ പറയുക, ഈ തൊപ്പി വെച്ചിട്ടുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മാസ്ക് ഒക്കെ വെക്കണം. മാസ്ക് ഒക്കെ വെച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വാച്ച് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിലും വാച്ച് ബാഗ് പുറത്ത് വെക്കേണ്ടി വരും. മൊബൈല് ഉള്ളിലോട്ട് കയറ്റാൻ കഴിയില്ല. മൊബൈലും ബാഗ് എടുത്ത് പുറത്ത് വെക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കൂടെയുള്ള ആളുകളെയും പരീക്ഷാ സെന്ററിലേക്ക് പ്രവേശിപ്പിക്കുമോന്ന് അറിയില്ല. ചിലപ്പോൾ പ്രവേശിപ്പിക്കാൻ സാധിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും തന്നെ ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് എക്സാമിന്റെ അന്ന് നാളെ രാവിലെ ഒരു വീഡിയോയും കൂടെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനുശേഷം നാളെ വൈകുന്നേരം ഒരു പക്ഷേ ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും. കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തായാലും പിറ്റേ ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു ആൻസർ ഡിസ്കഷൻ ചെയ്യാം. ഇപ്പൊ ഏകദേശം കട്ട് ഓഫ് ഒക്കെ പറഞ്ഞ് ഒരു എക്സാമിന് മുന്നേ ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് നേരത്തെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും 19-ാം തീയതി 20-ാം തീയതി ആകുമ്പോഴേക്കും പിന്നെ ഫുൾ റിലാക്സേഷൻ ആയല്ലോ. നിങ്ങൾ എക്സാം കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിസൾട്ടിനെ ഓർത്ത് ചിന്തിക്കൊന്നും വേണ്ട. നമ്മുടെ മോഡൽ എക്സാമിനേക്കാളും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എക്സാം. എളുപ്പമാണെന്ന് അങ്ങനെയല്ല, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയും എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ a research study, a total of 30 nursing faculties are randomly selected from the random sample of 3 nursing colleges in a region. This is an example of. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ടീച്ചേഴ്സ് എക്സാമിന് വേണ്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 30 നഴ്സിംഗ് ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യണം. അത് 3 നഴ്സിംഗ് കോളേജിൽ നിന്ന് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഇവിടെ ഓപ്ഷനിൽ ഏതാണ്? ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഒരു ഗ്രൂപ്പ് ആയിട്ട്, ക്ലസ്റ്റർ ആയിട്ട്, ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിട്ട് തരം തിരിച്ചിട്ടാണ് അതിനെടുക്കുക. അവർ സെലക്ട് ചെയ്യുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഓക്കെ, ക്ലസ്റ്റർ സാമ്പിളിംഗ് മീൻസ് എൻറ്റയർ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റേഴ്സ്. ഓരോ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ ഒരു കോളേജിൽ ഒരു ഗ്രൂപ്പ്, മറ്റൊരു കോളേജിൽ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ABCD അങ്ങനെ. എ സാമ്പിൾ ഓഫ് ക്ലസ്റ്റർ ഈസ് ചോസൺ യൂസിങ് പ്രോബബിലിറ്റി മെത്തേഡ് ആണ്. അതായത് എവരി മെമ്പർ ഹാസ് ആൻ ഈക്വൽ ചാൻസ്. അങ്ങനെയാണ്, എവരി മെമ്പർ ഹാസ് ആൻ ഈക്വൽ ചാൻസ്. സോ എവരി മെമ്പർ ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദ സ്റ്റഡി. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മീൻസ് യൂസ് വെൻ നമ്പർ ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ് ഈസ് സ്മോൾ. എക്സാമ്പിൾ ലോട്ടറി മെത്തേഡ് ഇങ്ങനെ കറക്കി കുത്തി നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്മോൾ സാമ്പിളിംഗ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എവരി kth മെമ്പർ, നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒന്നും കൂടെ പറയുന്നത്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എവരി 10th മെമ്പർ, എവരി 15th മെമ്പർ അങ്ങനെ എടുക്കാം. സ്ട്രാറ്റിഫൈഡ് മീൻസ് പോപ്പുലേഷൻ ഇസ് ഡിവൈഡഡ് ഇൻടു സ്ട്രാറ്റ. ലൈക്ക് ക്ലസ്റ്റർ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സ്ട്രാറ്റ, ഹോമോജിനസ് സ്ട്രാറ്റ. ഡ്രോ റാൻഡം സാമ്പിൾ ഫ്രം ഈച്ച് സ്ട്രാറ്റ. എക്സാമ്പിൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നാഷണൽ സർവേ വി ഡിവൈഡ് പോപ്പുലേഷൻ ഇൻടു ഗ്രൂപ്പ് ഓഫ് സ്ട്രാറ്റ based on geography, north, east, south. Then each stratum we might randomly select sample. So that is an example. All above sampling methods are probability sampling. ആ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് ഇതെല്ലാം. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ക്ലസ്റ്റർ ആണെങ്കിലും, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണെങ്കിലും, സിസ്റ്റമാറ്റിക് ആണെങ്കിലും, സ്ട്രാറ്റിഫൈഡ് ആണെങ്കിലും എല്ലാം പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് എത്തിക്സ് ഇൻ റിസർച്ച് നോക്കാം. റിസർച്ചിന് കുറച്ച് എത്തിക്സ് ഉണ്ട്, കുറച്ച് റൈറ്റ്
റൈറ്റ് തിങ്സ് ആൻഡ് റോങ് തിങ്സ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ബെനിഫിസൻസ്, റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ജസ്റ്റിസ്, നോൺ മാൽഫിസൻസ്, ഓട്ടോണമി, അതൊക്കെ എത്തിക്സിൽ വരുന്നതാണ്. ബെനിഫിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെനിഫിസൻസ് ഈസ് ഡിഫൈൻഡ് ആസ് കൈൻഡ്നെസ് ആൻഡ് ചാരിറ്റി വിച്ച് റിക്വയർസ് ആക്ഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ നേഴ്സ് ടു ബെനിഫിറ്റ് അതേഴ്സ്. മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ചെയ്യാനുള്ള, പേഷ്യൻസിനെ ബെനിഫിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുക, അത് തന്നെയാണ് ബെനിഫിസൻസ്. റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, പ്രൊട്ടക്ടിംഗ് ദ മൾട്ടിപ്പിൾ ആൻഡ് ഇന്റർഡിപെൻഡന്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺ ഫ്രം ബോഡിലി ടു സൈക്കോളജിക്കൽ ടു കൾച്ചറൽ ഇന്റഗ്രിറ്റി. സോ റെസ്പെക്ട് ചെയ്യുക, ഹ്യൂമൻ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ജസ്റ്റിസ് ഇൻ റിസർച്ച് എത്തിക്സ്, ജസ്റ്റിസ് ഇസ് ദ ഫെയർ സെലക്ഷൻ ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റിസ്, ഈക്വാലിറ്റി വേണം. ഫോളോ ഇൻഫോംഡ് കൺസെന്റ് റൂൾസ്, റെസ്പെക്ട് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളൊരു പേഷ്യൻസിനെ, ക്ലയൻസിനെ നമ്മൾ എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, റെസ്പെക്ട്, ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നോൺ മാൽഫിസൻസ്, നോ ഹാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പഠിച്ചതാണ്. ഹാം ഷുഡ് നോട്ട് കം ടു ഇൻഡിവിജ്വൽസ് ആസ് എ റിസൾട്ട് ഓഫ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ എ റിജക്ട് പ്രോജക്ട്. ഓട്ടോണമി, a person can make his or her own decision about what to do and what to agree. So our individuality to take decision. ഇനി നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് റിസർച്ചിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡയഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം ഇങ്ങനെ കണ്ടിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു എക്സാമ്പിളോടെ കാണാം. ഹിസ്റ്റോഗ്രാം, യൂസ് ഹിസ്റ്റോഗ്രാം when the data are numerical ആണ് 1 2 3 അങ്ങനെ ന്യൂമറിക്കൽ ആണെങ്കിൽ ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കാം. യു വാണ്ട് ടു സീ ദ ഷേപ്പ് ഓഫ് ദ ഡാറ്റാസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ കാണാം. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹിസ്റ്റോഗ്രാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പൊ അറിയാം 50 to 60 ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഫ്രീക്വൻസി കൂടുതലാണ് എന്ന് മനസ്സിലാക്കും. അതുപോലെ ഇവിടെ 80 to 90 ആരും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകാം. ലൈൻ ഡയഗ്രാം, അടുത്ത ലൈൻ ഡയഗ്രാം യൂസ് ടു ഷോ ദ ട്രെൻഡ് ഓഫ് ഇവന്റ്സ് വിത്ത് പാസേജ് ഓഫ് ടൈം. ഇപ്പൊ നമ്മുടെ കോവിഡിന്റെ ട്രെൻഡ് കണ്ടു. ആദ്യം ഇങ്ങനെ കൂടി വരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറയും, പിന്നെ ഇങ്ങനെ കൂടി വരും, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. ഇപ്പൊ ലൈൻ ഡയഗ്രാം, പിന്നെ കൂടി വരും, പിന്നെ കുറയും, അങ്ങനെ ലൈൻ ഡയഗ്രാം. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്, ഇനി കൂടാതിരിക്കട്ടെ, ലൈൻ ഡയഗ്രാം ആണ്. അടുത്ത പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ്സ് ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സെഗ്മെന്റ്സ് ഓഫ് സർക്കിൾ ആണ് പൈ ചാർട്ട്. പൈ ചാർട്ട്സ് ആർ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ടു ഡിസ്പ്ലേ കാറ്റഗറിക്കൽ നോമിനൽ ഡാറ്റ. കാറ്റഗറിക്കൽ ഡാറ്റയാണ്. And less often ranked or ordinal data. They are never used to show continuous data, for which lines charts are the obvious choice. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഈ ഒരു പൊളിറ്റിക്സ്, ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്കോർ ചെയ്ത പാർട്ടിയുടെ ഇങ്ങനെ കളർ ഇവിടെ ഇങ്ങനെ കാണാം, ഈ ഭാഗത്ത് ഇങ്ങനെ കളർ കാണാം. അപ്പൊ ആ ഭാഗത്ത് അവരുടെ കളർ തന്നെ കൂടുതലായിട്ട് കാണാം. ബാക്കിയുള്ള കുറഞ്ഞ വോട്ട് കിട്ടിയ ആൾക്കാരുടെ പാർട്ടിയിൽ ഇവിടെ വേറൊരു കളർ, അങ്ങനെ കാണാം. അത് പൈ ചാർട്ട് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് അബ്യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് കന്നാബിസ്? ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ടുവാർഡ് അതേഴ്സ് ആൻഡ് സെൽഫ്, ഇന്നബിലിറ്റി ടു മീറ്റ് ബേസിക് നീഡ്സ്, ഇന്നബിലിറ്റി ടു മീറ്റ് റോൾ എക്സ്പെക്ടേഷൻസ്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്. ഓപ്ഷൻസ്: ഡെഫിഷ്യന്റ് നോളജ്, ഇൻഎഫക്റ്റീവ് ഡെനിയൽ, ഇൻഎഫക്റ്റീവ് കോപ്പിംഗ്, ക്രോണിക് ലോ ഓഫ് സെൽഫ് എസ്റ്റീം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം ഇതിൽ ഏതാണ് നഴ്സിംഗ് ഡയഗ്നോസിസ്. അതായത് പേഷ്യന്റിന് ആൽക്കഹോൾ, കന്നാബിസ്, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഉണ്ട്, അതുപോലെ ബേസിക് നീഡ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്. അപ്പൊ എന്താണത്? ഡെഫിഷ്യന്റ് നോളജ് അല്ല, മനസ്സിലായി, കാരണം ആ ഒരു നോളജിന് കുറവുണ്ടല്ല. ഇൻഎഫക്റ്റീവ് ഡെനിയൽ, നമുക്ക് ഒഴിവാക്കി വിടുന്ന ഒരു ഡെനിയൽ ആയിട്ടുള്ള സ്വഭാവം ഇല്ല. ക്രോണിക് ലോ സെൽഫ് എസ്റ്റീമും ഇല്ല. അവിടെ എന്താണ്? ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് തന്നെയാണ്. കാരണം ആ ഒരു കോപ്പ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ്നെസ് കുറയുകയാണ്, കഴിഞ്ഞു ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്ത് ആൻസർ എന്ന് പറയുമ്പോൾ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ആണ്. പിന്നെ പേഴ്സൺ വെർബലൈസസ് ആൻ ഇന്നബിലിറ്റി ടു കോപ്പ് ഓർ ടു ആസ്ക് ഫോർ ഹെൽപ്പ്, ഈസ് അൺഎബിൾ ടു മീറ്റ് ബേസിക് നീഡ്സ് ഓർ റോൾ എക്സ്പെക്ടേഷൻസ്, കനോട്ട് യൂസ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്. അപ്പൊ എന്താണ്? ഇന്നബിലിറ്റി ടു കോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ടു മീറ്റ് ബേസിക് നീഡ്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ആണ്. ഡെഫിഷ്യന്റ് നോളജ് മീൻസ് ലാക്ക് ഓഫ് കോഗ്നിറ്റീവ് ഇൻഫർമേഷൻ. അപ്പൊ എന്താ പറയും? ഡെഫിഷ്യന്റ് നോളജ്, ഫാമിലി മെമ്പേഴ്സ് റിലേറ്റഡ് ടു ദ പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ, വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇൻ എ സിമ്പിൾ വേർഡ്സ് ടു ദ റിലേറ്റീവ്സ്. So that is deficient knowledge. Psychomotor ability needed for health restoration, preservation and health promotion. Ineffective denial, conscious or unconscious attempt to deny responsibility. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിനയൽ എന്താണ്.
defense mechanism. Deny responsibility or the knowledge or meaning of an event to reduce anxiety or fear, but leading to the detriment of health. Detriment means bad അത്രയും മോശമായിട്ടുള്ള ഹെൽത്തിലേക്ക് പോവുകയാണ്. So that is ineffective denial. Next question, paralysis of the ocular muscle, diplopia, ataxia, somnolence and stupor are characteristic features of options Van Gogh syndrome, opioid withdrawal, DAT syndrome, Wernicke encephalopathy. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണിത്. നിങ്ങളത് ആലോചിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സിംറ്റംസ് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വിറ്റാമിൻ B1 തയാമിൻ ഡെഫിഷ്യൻസി ആൽക്കഹോളിക് പേഷ്യൻസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോപ്പിയ, ഡബിൾ വിഷനും, ഗേറ്റ് പ്രോബ്ലവും, സോംനോളൻസ്, സ്റ്റൂപ്പർ ഒക്കെ ഉണ്ടാകുന്ന ഏതാണ്? വെർണിക് എൻസെഫലോപ്പതിയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് ഓർത്തുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാം. വെർണിക് എൻസെഫലോപ്പതി, കൺഫ്യൂഷൻ ആൻഡ് ലോസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റി that can progress to coma and death, loss of muscle coordination, ataxia that can cause leg tremor, vision changes and such abnormal eye movements, back and forth movements called nystagmus induced by thiamine, vitamin B1 deficiency. Van Gogh syndrome is a mental condition in which an adult performs self-mutilation. അതായത് ചെവി കളയുക, അതുപോലെ മൂക്കിന്റെ ഭാഗം കണ്ടിച്ച് കളയുക, തലമുടി കളയുക, കൈവേള വെട്ടിക്കളയുക, ഇതൊക്കെ usually happens on the specific psychiatric conditions. The term is derived from the action of Vincent van Gogh in 1888. Van Gogh syndrome എന്ന് അറിയപ്പെടുന്നത് വിൻസെന്റ് വാൻ ഗോഗ് 1888 cutting off his ear as part of it after a quarrel with fellow artists. Two such cases of self-mutilation seen in schizophrenia. Schizophrenia കാണുന്നതാണ് മെയിൻ ആയിട്ട് വാൻ ഗോഗ് സിൻഡ്രോം. അപ്പൊ ഈ ഒരു വിൻസെന്റ് വാൻ ഗോഗ് 1888 അദ്ദേഹത്തിന്റെ ഇയർ കട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആ പേര് അന്ന് തൊട്ട് വാൻ ഗോഗ് സിൻഡ്രോം എന്ന് വന്നത്. ഇനി ദാറ്റ് സിൻഡ്രോം എന്താണ്? സാധാരണ ഇപ്പൊ നേപ്പാള്, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള നമ്മളെ ഈ അടുത്ത രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ആളുകളിലെ ആ ഒരു കൾച്ചറിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രിമച്ചർ ഇജാക്കുലേഷൻ ഓർ ഇമ്പോർട്ടൻസ്, അതാണ് ദാറ്റ് സിൻഡ്രോം. ദേ ബിലീവ് ദാറ്റ് പാസിംഗ് സെമൻ ഇൻ ദ യൂറിൻ. So next question, criteria for substance dependence include all except options evidence of tolerance, evidence of withdrawal symptoms, strong desire to take the substance, development of motivation to quit the behavior. അപ്പൊ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിന് നമ്മൾ അതായത് ആ ഒരു സബ്സ്റ്റൻസ് വേണം, അതിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, അതല്ലാത്ത എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് മോട്ടിവേഷൻ ടു ക്വിറ്റ് ദ ബിഹേവിയർ. അപ്പൊ അത്രയ്ക്ക് ആ ഒരു സബ്സ്റ്റൻസ് വേണം, അത് കിട്ടിയേ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ ആൽക്കഹോളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം, ചില ആളുകൾക്ക് അത് ഇല്ലാതെ കൈ വിറയ്ക്കും. സോ ഡെവലപ്മെന്റ് ഓഫ് മോട്ടിവേഷൻ ടു ക്വിറ്റ് ദ ബിഹേവിയർ ഈസ് ദ കറക്റ്റ് ആൻസർ. ടോളറൻസ് ഹാപ്പൻസ് വെൻ എ പേഴ്സൺ നോ ലോങ്ങർ റെസ്പോൺസ് ടു എ ഡ്രഗ് ഇൻ ദ വേ ദേ ഡിഡ് ദ ഫസ്റ്റ്. അപ്പൊ ആദ്യം എടുത്ത ആ ഒരു അളവ് പോരാ, അതിനേക്കാളും കൂടുതൽ അളവ് വേണം, അതാണ് ടോളറൻസ്. ഡ്രഗ് വിഡ്രോവൽ, അബ്നോർമൽ ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഫോളോ ദ abrupt discontinuation of a drug that has the capability of producing physical dependence. In example, common opiates withdrawal symptoms include sweating, vomiting, anxiety, insomnia and muscle pain. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡ്രഗ്, ഇപ്പൊ നമ്മൾ ബെൻസോഡൈസെപ്പിൻ ഡ്രഗ്സ് ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുപോലെയാണ് ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സീഷേഴ്സ് ഒക്കെ ഉണ്ടാകും. അതാണ് ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രംസ് അല്ലെങ്കിൽ വിഡ്രോവൽ സിൻഡ്രംസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് എ മോണോഅമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ? ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാം. ട്രെനൈൽ സൈപ്രോമിൻ, ഫ്ലോക്സാമിൻ, എക്സിറ്റലോപ്രോം, ബുപ്രോപ്പിയോൺ. സോ ഇവിടെ മോണോഅമീൻ MAOI ഡ്രഗ് ആണ് ട്രെനൈൽ സൈപ്രോമിൻ. അപ്പൊ അധികം യൂസ് ചെയ്യാത്ത ഒരു ആന്റി ഡിപ്രസൻസ് ആണിത് ബിക്കോസ് ഓഫ് സൈഡ് ഇഫക്ട്സ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, തൈറാമിൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ, MAOI ഡ്രഗ് കഴിക്കുന്നവർ തൈറാമിൻ റിച്ച് കണ്ടന്റ് ഫുഡ് കഴിക്കുമ്പോൾ ഹൈപ്പർടെൻസീവ് റൈസിസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കണക്ട് ചെയ്ത് പഠിക്കുക. അതേ ഡ്രഗാണിത് MAOI. ഫ്ലോക്സാമിൻ, എക്സിറ്റലോപ്രോം, ബ്രൂപ്രോപ്പിയോൺ എല്ലാം ആന്റി ഡിപ്രസൻസ് തന്നെയാണ്. സോ MAOI ആന്റി ഡിപ്രസൻസ് ഏറ്റവും സൈഡ് ഇഫക്ട്സ് കൂടിയതാണ്. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അധികം ഉപയോഗിക്കാത്ത ഡ്രഗാണിത്. ട്രിനൈൽ സൈപ്രോമിൻ അധികം ഉപയോഗിക്കാറില്ല. മോണോഅമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എക്സാമ്പിൾസ് ആണ് റസാഗിലിൻ. എക്സാമ്പിൾസ് ഓഫ് മോണോഅമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് റസാഗിലിൻ, സെലഗിലിൻ, ഐസോ കാർബോക്സാസിഡ്, ഫിനലാസിൻ, ട്രൈനൈൽ സൈപ്രോമിൻ. ഇത്രയാണ് ഈ വീഡിയോ.
നമ്മൾ അധികം ഒന്നും വലിയ വീഡിയോ ഒന്നും ആക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് മതി. മാക്സിമം നിങ്ങൾ പഠിക്കാനാണെങ്കിൽ മാക്സിമം പഠിക്കാൻ കഴിയുന്നവര് പഠിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഭയമില്ലാതെ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഇത്രയൊക്കെ സാധാരണ ചോദിക്കാറുള്ളൂ. ഇത് കൂടുതൽ വലിയ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നമ്മൾ പഠിച്ചു തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. പക്ഷെ നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞില്ലേ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസോ അതിലും കുറച്ച് കൂടിയ ക്വസ്റ്റ്യൻസോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇനി അടുത്ത എക്സാമുകൾ കേരള PSC വരുന്ന നഴ്സിംഗ് ട്യൂട്ടർ എക്സാം വരുന്നുണ്ട്, അതുപോലെ MSc നഴ്സിംഗ് എൻട്രൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടിയായിരിക്കും ഇനി നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള വീഡിയോകൾ. അതിനിടയ്ക്ക് നമുക്ക് എയിംസിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.